കണ്ണൂർ ITIയിലെ സംഘർഷത്തിൽ KSU യൂണിറ്റ് പ്രസിഡന്റിനെ മർദ്ദിച്ച SFIക്കാർക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തു. കൊല്ലണമെന്ന ഉദ്ദേശത്തോടെ ക്രൂരമായി മർദ്ദിച്ചെന്നാണ് FIR. അതേസമയം 30ഓളം SFIക്കാർ കൂട്ടം ചേർന്ന് മർദ്ദിക്കുകയായിരുന്നുവെന്ന് മർദ്ദനമേറ്റ മുഹമ്മദ് റിബിൻ പറഞ്ഞു. ITIയിൽ SFIയുടെ ഇടിമുറിയുണ്ടെന്നും വിദ്യാർത്ഥി വ്യക്തമാക്കി. കണ്ണൂർ തോട്ടട ITIയിലെ വിദ്യാർത്ഥി സംഘർഷത്തിൽ 11 SFI പ്രവർത്തകർക്കെതിരെയാണ് വധശ്രമത്തിന് പോലീസ് കേസെടുത്തിരിക്കുന്നത്. കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടുകൂടി ആയുധവുമായി സംഘം ചേർന്ന് അക്രമം നടത്തിയെന്നാണ് FIRൽ പറഞ്ഞിരിക്കുന്നത്. SFIക്കാരുടെ പരാതിയിൽ KSU പ്രവർത്തകർക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട്. 30ഓളം SFIക്കാർ ചേർന്ന് ആക്രമിച്ചുവെന്ന് പരിക്കേറ്റ KSU യൂണിറ്റ് പ്രസിഡന്റ് മുഹമ്മദ് റിബിൻ പറഞ്ഞു. ക്യാമ്പസിൽ SFIക്ക് ഇടിമുറിയുണ്ടെന്നും അധ്യാപകർക്ക് പോലും രക്ഷയില്ലെന്നും റിബിൻ വ്യക്തമാക്കി. ഒരു അവസ്ഥയാൽ ഞാൻ അതിൻ്റെ അകത്ത് അകപ്പെടുകയും എൻ്റെ മേല് 10-30 SFIയുടെയും പുറത്തു വന്ന പോളിയിലെയും SFIയുടെയും ഗുണ്ടകൾ ചേർന്നിട്ട് തന്നെ അവർ കെട്ടിയ സ്വാതന്ത്ര്യത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും സോഷ്യലിസത്തിൻ്റെയും കൊടി കെട്ടിയ മുളയോട് ഉപയോഗിച്ചുകൊണ്ട് ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എൻ്റെ തലക്കടിക്കുകയും നിരന്തരമായി തലക്ക് ചവിട്ടിക്കൊണ്ട് എൻ്റെ ബോധം പോകുന്നത് വരെ നീ ചത്തില്ലടാ എന്ന് ചോദിച്ചിട്ട് ക്രൂരമായിട്ട് ആക്രമിക്കുന്ന സാഹചര്യം. കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ നട്ടലിന് പൊട്ടലേറ്റ് ചികിത്സയിലാണ് മുഹമ്മദ് റിബിൻ. ഇതിനിടെ റിബിനെ SFIക്കാർ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ജനം, കണ്ണൂർ.